പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇടത് നേതാക്കളാണ് വന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളെല്ലാം മനസ്സുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇല്ലാത്ത ഒരു കുറ്റം ചുമത്തിയിട്ട് 2 കന്യാസ്ത്രീ സഹോദരിമാരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ കണ്ണൂരിൽ, ഞാൻ എൻ്റെ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലായിരുന്നു, അവരെ എനിക്കറിയാമായിരുന്നു. അവരുടെ ബ്രദറിനെ ഞങ്ങൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ അവരെ കണ്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരുടെ അമ്മയെ പോയി കണ്ടതും മറ്റ് സഹോദരങ്ങളെ കണ്ടതും ഒക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർക്കും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ജയിലിലാണുള്ളത് എന്നുള്ള കാര്യം അവർക്ക് ആലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു. കാരണം എന്തിനാണ് ഞങ്ങളെ ജയിലിലടച്ചത് എന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ഒരു കുറ്റവും ചെയ്യാത്ത 2 പേരെ മതഭ്രാന്ത് പിടിപെട്ട കുറേ പേര് ചേർന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യുകയും എന്നിട്ട് മനുഷ്യക്കടത്ത് എന്ന പേരിൽ കുറ്റം ആരോപിച്ച് ജയിലിലടക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇതുവരെ നടന്നിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു നിർഭാഗ്യകരമായ സംഭവമാണ്. അത് ജനാധിപത്യത്തിനേറ്റ, ഭരണഘടനയ്ക്കേറ്റ വലിയ കളങ്കമാണ്. തീർത്താൽ തീരാത്ത കളങ്കമാണ്. ഈ രാജ്യത്ത് മനുഷ്യസേവനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, മനുഷ്യ സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ഇന്ത്യക്കകത്ത് ക്രിസ്ത്യൻ മിഷണറീസ് ചെയ്തു വന്നിട്ടുള്ള നിസ്തുലമായ സേവനമുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുക, രോഗാതുരരെ ചികിത്സിക്കുക. ഈ 2 കാര്യങ്ങളിലും അവർ രാജ്യത്തിൻ്റെ ഏറ്റവും യാതനയും വേദനയും അനുഭവിക്കുന്ന സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച 2 പേര് സ്വയമേവ വന്നിട്ടുള്ള പെൺകുട്ടികളെ, ജോലിക്ക് വേണ്ടി തയ്യാറായി വന്ന പെൺകുട്ടികളെ ഒന്നിച്ചു കണ്ടു എന്ന പേരിൽ ഈ രൂപത്തിൽ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് അവർക്ക് ആലോചിക്കാനേ വയ്യ. ഇപ്പോൾ ആ കുട്ടികൾ തന്നെ നിങ്ങളുടെ മീഡിയ പുറത്തിറക്കിയിട്ടുണ്ട്, ഞങ്ങൾ സ്വന്തം താല്പര്യത്തിനനുസരിച്ചാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇനി എന്തിനാ അമാന്തിക്കണം? ഇനി എന്തിനാണ് ഗവൺമെൻറ് കാത്തു നിൽക്കുന്നത്? ദുർഗ് ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടതിന് ശേഷം ഇടത് നേതാക്കൾ പ്രതികരിക്കുകയാണ്. പി കെ ശ്രീമതിയും CS സുജാതയും അടക്കമുള്ള നേതാക്കളാണ് ഇന്ന് ഛത്തീസ്ഗഡിലേക്ക് എത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.